ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിയാസ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുമാനാംകുന്ന് കാവിലാണ്. ഈ തിരുമാനാംകുന്ന് കാവിൻ്റെ പ്രത്യേകതകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഞാൻ. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കാവിൻ്റെ പരിസരം. ഇതാ ഈ കാണുന്ന കാട്. ഈ കാടിന് ഉള്ളിലെ ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 4 വശത്തും വെള്ളത്താൽ അതിൻ്റെ നടുവിലായി ഒരു കുന്ന് സ്ഥിതി ചെയ്യുകയും അതിൽ മാടൻ തമ്പുരാൻ ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇത് കാവിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പകർത്തുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ഇവിടെ മൊത്തം നെൽപ്പാടമായിരുന്നു. നെൽപ്പാടത്തിൻ്റെ നടുവിലായി സ്ഥിതി ചെയ്യപ്പെടുന്നതാണ് ഈ കാവ്. ഇത് കാട് ഒരുപാട് ചെടികൾ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ആ അത്ഭുതം. നമുക്ക് ആ അത്ഭുതം ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഞാൻ ആ കാവിൻ്റെ ഫ്രണ്ട് വശത്തായി എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ദൃശ്യമാണിത്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാവാണിത്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ തിരുമാനാംകുന്ന് കാവ്, ഇതാ നമ്മൾ ഫ്രണ്ടിലൂടെ കയറി ഫ്രണ്ട് വശത്തെത്തുമ്പോൾ തന്നെ അതിമനോഹരമായ ഒരു രൂപമാണ്, ശിവൻ്റെ രൂപമാണിത്. ഇവിടെ കുംഭമാസം 28-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടുന്നത്. കാരണം പണ്ട് കാലങ്ങളിൽ ഞാൻ പറയുകയുണ്ടായി, ഇതിൻ്റെ 4 വശവും നെൽകൃഷി ഉള്ള സ്ഥലമായിരുന്നു. അന്ന് വിളവ് എടുക്കുന്ന സമയം കറ്റ കൊണ്ടുവന്ന് മെതിച്ച് അതിൽ നിന്നും എടുക്കുന്ന അരി കൊണ്ട് തെരളി പുഴുങ്ങിയാണ് ഇവിടുത്തെ വിശേഷം. അന്ന് തെരളി പുഴുങ്ങി കുംഭമാസം 28-ാം തീയതി ഇവിടുള്ള നാനാജാതി മതസ്ഥരും സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ ഉത്സവങ്ങൾ കൊണ്ടാടിയിരിക്കുന്നു. ഇന്നും അതിലും നല്ല രീതിയിലാണ് ഇന്നും ഇവിടെ ഉത്സവങ്ങൾ കാഴ്ചവെക്കുന്നതും. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ കാവുകൾ കുറവാണ്. എന്നാൽ ഈ കാവിൻ്റെ പ്രത്യേകത, ഈ വയൽ ഏലകളുടെ നടുവിലായി സ്ഥിതി ചെയ്ത് ഈ കുന്ന് വർഷങ്ങൾ പോകും തോറും ഈ കുന്നിന് ഉയർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വളരുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസികളുടെ എല്ലാം വിശ്വാസം. നമ്മൾ കാവിൻ്റെ പുറത്തോട്ട് പോയി നമുക്ക് ഇവിടെ നിന്നാൽ കാണാം ഇതിൻ്റെ 4 വശത്തുമുള്ള അതിഭംഗിയാർന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ ഈ പരിസരങ്ങളിൽ നെൽകൃഷിയെല്ലാം പോയി. ഇപ്പോൾ ചെമ്മീൻ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ പരിസരങ്ങളിൽ.